അങ്ങനെ നീണ്ട 4 വർഷത്തിന് ശേഷം ചേട്ടൻ വീണ്ടും ഫ്ലൈറ്റ് കയറാൻ പോവാണ്. 30 വർഷം ഗൾഫ് ജീവിതമായിട്ട് നടന്ന ഒരാളായിരുന്നു കേട്ടോ എൻ്റെ അച്ഛൻ. അപ്പോൾ അച്ഛൻ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഉള്ള ഒരു സന്തോഷമായിരുന്നാലും പോകുമ്പോൾ ഉള്ളൊരു വിഷമമായിരുന്നാലും അത് നല്ലപോലെ അറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. പോകുമ്പോൾ ഉള്ള ആ ഒരു സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ കല്യാണം കഴിക്കുന്ന ഒരാൾ ഇതേപോലെ ഗൾഫിലൊന്നും ആയിരിക്കരുത്, നാട്ടിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആയിരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ചേട്ടൻ രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഇപ്പം ആദ്യത്തെ പ്രാവശ്യം പോയത് സൗദിയിലായിരുന്നു, ഇപ്പോൾ പോകുന്നത് ദുബായിലോട്ടാണ്. ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം ഭയങ്കര വിഷമത്തിലൊക്കെ ആയിരുന്നു, അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കരയുന്ന വീഡിയോസൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ഓക്കെയാണ്. ചേട്ടായി പോയ ടൈമിൽ മോന് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അവന് ഒരു 2-3 ദിവസം എടുത്തു. അവന് എന്ന് വെച്ചാൽ ഈ 4 വർഷമല്ല 4 വയസ്സാകുമ്പോൾ പോകുന്നു, ഈ ടൈം വരെയും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം നോക്കിയപ്പോൾ അവൻ നോക്കിയപ്പോൾ അച്ചായി എയർപോർട്ടിലോട്ട് കയറി പോകുന്നു. പിന്നെ അച്ചായി വരുന്നില്ല. പിന്നെ ഇനി അച്ചായിനെ എങ്ങനെ നമ്മൾ കൊണ്ടുപോകും തിരിച്ച്? നമ്മൾ വണ്ടി എടുത്തിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ചായി നടന്നു വരൂലേ? ഇതൊക്കെയായിരുന്നു ദീനൂട്ടൻ്റെ ക്വസ്റ്റ്യൻസേ. ചേട്ടായി പൊതുവേ വിഷമങ്ങളുണ്ടെങ്കിലൊന്നും പുറത്ത് കാണിക്കാത്ത ആളായതുകൊണ്ട് നല്ല കൂളായിട്ടായിരുന്നു സത്യം പറഞ്ഞാൽ എയർപോർട്ടിനുള്ളിലോട്ട് പോയത്. നമ്മൾ ഈ ലഗേജൊക്കെ എടുത്തിട്ട് വാ പോവാം എന്നുള്ള രീതിയിലായിരുന്നു സത്യം പറഞ്ഞാൽ. കണ്ടില്ലേ, ബാഗൊക്കെ തൂക്കുന്നു, പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള എല്ലാം നോക്കിയിട്ട് പോകുന്നു. നമുക്ക് മാത്രമേ കണ്ടു നിൽക്കുന്നവർക്ക് മാത്രമേ സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം ഈ പ്രവാസ ജീവിതം അനുഭവിക്കുന്നവർക്ക് അതിനെക്കുറിച്ചുള്ളത് അറിയാൻ പറ്റുള്ളൂ. ദീനൂട്ടൻ നമ്മൾ എയർപോർട്ടിൽ എത്തുന്നത് വരെയും വിചാരിച്ച് വെച്ചിരിക്കുന്നത് നമ്മളവിടെ ടൂർ പോകാമെന്നാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അവൻ്റെ അച്ചായി ഗൾഫിൽ പോകാമെന്നുള്ളത്. അപ്പോൾ അതിനുശേഷം അറിഞ്ഞതിന് ശേഷം ചേട്ടയുടെ നിന്ന് ഇറങ്ങിയിട്ടേ ഇല്ല. പോകുന്നവരെയും ഭയങ്കരമായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ ഇരിപ്പായിരുന്നു. പിന്നെ അങ്ങനെ ചേട്ടയുടെ ഫ്രണ്ട്സൊക്കെ വന്നു. വിഷ്ണു അർജുൻ ചേട്ടനും ആയിരുന്നു ഉണ്ടായിരുന്നത്. അവരോടൊക്കെ യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് സ്കൂട്ടായിട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ ചെയ്തത്. ഞാൻ കരയുന്നത് കണ്ട് ചേട്ടയ്ക്ക് വിഷമം ഉണ്ടാവരുതെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അറിയാതെ കരഞ്ഞുപോയി. ചേട്ടയെ പോകുന്ന കണ്ടിട്ട് ചേട്ടയുടെ കൂടെ ദീനുവും പോവാനായിട്ട് റെഡി ആയിട്ടായിരുന്നു കേട്ടോ നിന്നത്. അങ്ങനെ ചേട്ടായി പോയ ടൈമിൽ ദീനുവിനും കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ഒരു വിധത്തിലായിരുന്നു നമ്മൾ സമാധാനിപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബായ് പറഞ്ഞ് ചേട്ടായി ദുബായിലോട്ട് പോവാണ്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് മിസ് ചെയ്യും, എന്നാലും നല്ലതിനല്ലേ എന്ന് വിചാരിച്ച് സമാധാനിക്കുന്നു. അങ്ങനെ ദീനുവിന് ചേട്ടായി പോയ ടൈമിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഓടിക്കളിച്ചിട്ടൊക്കെ ആയിരുന്നു പിന്നെ വീട്ടിലോട്ട് പോയത്. അപ്പോൾ എന്തായാലും വിഷമിച്ച് ചേട്ടേനെ അവിടെ ആക്കിയതിന് ശേഷം നമ്മൾ തിരിച്ച് പോവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.